സന്തോഷം. എൻ്റെ കുട്ടികൾ 3 പേരിൽ തുടങ്ങി ഇന്ന് 25ഓളം പേർ. നേരത്തെ പൈസാറ് പറഞ്ഞു എൻ്റെ ബറ്റാലിയൻ അത് തന്നെയാണ്. ഇവർ കുറച്ച് പേരില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടൊക്കെ കൊണ്ട് ഇത് നിർത്തിപ്പോയനായിരുന്നു. ഒരേ സമയം വിശ്വാസത്തെയും ഒരേ സമയം അവിശ്വാസത്തെയും നമ്മുടെ നാട് ഒരുപോലെ തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. രോഹിത് എന്താവുമെന്നും അവൻ്റെ എല്ലാ രീതിയിലുള്ള ടാലൻറ്റും ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ബിഷപ്പിന്റെ വില അറിയുന്നവർക്ക് വേണ്ടി ഒരു പദ്ധതി റോയൽ വിഷൻ ലീഗൽ കൺസൾട്ടൻസിയും അബാക് മീഡിയയും ചേർന്ന് അന്നം എന്നാണ് പദ്ധതിയുടെ പേര്. ഇനി 2 വാക്ക് സംസാരിക്കാൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് വിഷ്ണു വിജയനെ വിളിക്കുകയാണ്. വിഷ്ണു വിജയനെ വിളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഓരോ സ്പിരിച്വൽ അവേഴ്സും പുതിയ പുതിയ ഓരോ ഉത്തരവാദിത്തങ്ങൾ. ഇന്ന് സ്വാമിജി ഒരാശയം മുന്നോട്ട് വെച്ചു. രാവിലെയാണ് ഫോണിൽ സ്വാമിജി പറഞ്ഞത്, സാറേ ഇങ്ങനെ ഒരു ആശയം നമുക്ക് നടപ്പിലാക്കണം. അത് ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചു. ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ തയ്യാറാണ്. മറ്റൊരു കാര്യം, അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ്റെ നേതൃത്വത്തിൽ ചുറുചുറുക്കുള്ള 50ഓളം അഡ്വക്കേറ്റ്സ് സുപ്രീം കോടതി മുതൽ അദ്ദേഹത്തിന് കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, എറണാകുളം, കോഴിക്കോട് അടക്കം ഓഫീസുകളുണ്ട്. റോയൽ വിഷൻ ലീഗൽ കൺസൾട്ടൻസി എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. നമ്മൾ നടത്തിക്കൊണ്ടുപോരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, നമ്മുടെ ഓൺലൈൻ ജേർണലിസം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അബാക്കിൻ്റെ ഭാഗമായി നടത്തുന്നുണ്ട്. അതിൽ എൻ്റെ പാർട്ണറാണ്, ഡയറക്ടറാണ് വിഷ്ണു വിജയൻ. അതിനുമുപരി ഞങ്ങൾ പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ബിഷപ്പിൻ്റെ വില അറിയുന്നവർക്ക് വേണ്ടി ഒരു പദ്ധതി. അരുണേ, അത് ഞങ്ങൾ ഈ മാസം ആരംഭിക്കും. റോയൽ വിഷൻ ലീഗൽ കൺസൾട്ടൻസിയും അബാക് മീഡിയയും ചേർന്ന്. അരുണേ, വാട്സപ്പിലുണ്ട്. അന്നം എന്നാണ് പദ്ധതിയുടെ പേര്. കുറച്ച് നല്ല മനസ്സുകളുമായി ചേർന്ന് എറണാകുളം നഗരത്തിൽ അർഹതപ്പെട്ട വിശന്നിരിക്കുന്ന പാവങ്ങൾക്ക് അന്നം എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. 100% പിരിവെടുക്കാനോ ചാരിറ്റി നടത്താനോ ഒരാഗ്രഹവും ഇല്ല. ഞങ്ങളുടെ 2 പേരുടെ അധ്വാനത്തിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്ന തുക കൊണ്ട് അത് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാ സപ്പോർട്ടും. ഞാനിങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ രോഹിത് ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പണ്ടും വിഷ്ണു അങ്ങനെയാണ് പറയാറ്. വിഷ്ണു 2 വാക്ക്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ കാര്യങ്ങളെല്ലാം തന്നെ വിവരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിലായാലും മലയാള സാഹിത്യത്തിലായാലും കഥകളും അല്ലെങ്കിൽ കവിതകളും നോവലുകളും ഒക്കെ തന്നെ സമ്പന്നമായിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ള ഒരു പാതയിലൂടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അബാക്കിൻ്റെ എല്ലാമായിട്ടുള്ള രോഹിത് സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. കാര്യം, യുക്തിചിന്തകളും അതോടൊപ്പം തന്നെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും പുനർജന്മങ്ങളും അങ്ങനെ പല നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയാണ്, നാനാത്വത്തിൽ ഏകതയിൽ വിശ്വസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനെയും നമ്മുടെ നാട് ഉൾക്കൊണ്ടിട്ടുള്ള പാരമ്പര്യവും ചരിത്രവും നമ്മുടെ നാട്ടിലുണ്ട്. ഒരേ സമയം വിശ്വാസത്തെയും ഒരേ സമയം അവിശ്വാസത്തെയും നമ്മുടെ നാട് ഒരുപോലെ തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആരും സഞ്ചരിക്കാത്ത, അധികം ആരും തേടിപ്പോകാത്ത ഈ പാതയിലൂടെ രോഹിത് സഞ്ചരിക്കുകയും ആ സഞ്ചാരത്തിലൂടെ എത്തിച്ചേർന്നുകൊണ്ട് ഇത്തരത്തിലൊരു ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഗുരുക്കന്മാരൊക്കെ തന്നെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഈ പൗരാണികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു പക്ഷേ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ മകനെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ അച്ഛനെയും അമ്മയെയും സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന് കാര്യം, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അതാണ് എനിക്ക് അതിൽ നിന്ന് കാര്യം, അവരുടെ അച്ഛൻ്റെ ആ വാക്കുകളിൽ നിന്ന് ഞാൻ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കൂടുതൽ ആ മകനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എങ്ങനെയോ അകന്നു പോയിട്ടുള്ള ആളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിവ് ലഭിക്കുവാനും ഈ ഒരു പുസ്തകം സഹായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തരത്തിലുള്ള കലാമൂല്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള കലാസമ്പന്നതായിട്ടുള്ളൊരു വ്യക്തിയാണ്. പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, രോഹിത് അത് കൃത്യമായ രീതിയിൽ ഈ കാലം അത്രയും എന്ത് ചെയ്തു, മറച്ചു വെച്ചിട്ടുള്ളൊരു ചരിത്രമാണുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു അബാക് മീഡിയ എന്ന് പറയുന്നത് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം കാര്യം, രോഹിത് വാർത്താ അവതരണവുമായി ബന്ധപ്പെട്ട് പല മീഡിയകളുടെ ഭാഗമായിട്ടുണ്ട്.
അപ്പോഴൊക്കെ തന്നെ വാർത്തകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ പൊതുപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ രോഹിത് കൃത്യമായ ഒരു കാലയളവിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് തസ്മൈ ഗുരുജിയുടെയൊക്കെ വലിയൊരു സ്വാധീനമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്ന പേരാണ് തസ്മൈ ഗുരുജിയുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ രോഹിത് വ്യക്തമായ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുകയും അബാക് മീഡിയ തുടങ്ങുകയും, അപ്പോൾ അബാക് മീഡിയ തുടങ്ങുന്ന കാലഘട്ടത്തിലും രോഹിത് എൻ്റെ അടുത്ത സുഹൃത്താണ്. എനിക്കറിയാം അബാക് മീഡിയ 1 എന്നുള്ള സബ്സ്ക്രൈബർ മുതൽ തുടങ്ങി അബാക് മീഡിയയുമായി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഞാൻ രോഹിത്തും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എവിടെ ചെന്നാലും എന്ത് ചെയ്യുന്നു, ആളുകൾ രോഹിത്തിൻ്റെ അടുത്തേക്ക് അബാക് മീഡിയ രോഹിത് എന്ന് പറഞ്ഞ് എത്തുന്ന ഒരു വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രോഹിത്ത് പല ഞങ്ങൾ അടുത്ത സ്ഥലത്തുള്ളവരാണ്, കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നവരാണ്. പക്ഷേ ഇന്ന് എല്ലാവരിടത്തും സുപരിചിതമായി രോഹിത് മാറിയിരിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പോയാൽ രോഹിത്തിന് പരിചയക്കാരെ വരുന്നു, ഹോട്ടലുകളിൽ പോയാൽ രോഹിത്തിന് പരിചയക്കാരെ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് അബാക് മീഡിയ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അബാക് മീഡിയയോടൊപ്പം തന്നെ രോഹിത് എന്ന് പറയുന്ന കലാകാരൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകളും, അല്ലെങ്കിൽ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വലിയ രീതിയിലേക്ക്, ഒരു വലിയ മാറ്റത്തിന്, അല്ലെങ്കിൽ വലിയ ഒരു ചർച്ചയ്ക്ക് സമൂഹത്തിൽ വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. വിനീഷിൻ്റെ എപ്പോഴും വിനീഷ് കൂടെയുണ്ട് എന്നുള്ളതാണ് വിനീഷ് പറയുന്നത്. എന്തായാലും ഇനിയൊരു ചെറിയ ചടങ്ങാണ്. പക്ഷെ ആ ചടങ്ങിന് മുമ്പ് ഒരാളെ കൂടി സംസാരിക്കാൻ വിളിക്കണം. പ്രിയപ്പെട്ട പ്രശാന്ത്, ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, നമ്മുടെ അബാക് പബ്ലിക്കേഷൻസിൻ്റെ ജനറൽ മാനേജറാണ്. ഈ പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ പേപ്പറിലും പേനയിലും അല്ല, ടൈപ്പിങ്ങിലാണ്. ഞാൻ ഈ യാത്രകളിലും തിരക്കിനും ഇടയിൽ ഞാൻ ഈ കഥ രാവിലെ എഴുന്നേൽക്കുമ്പോഴോ യാത്രക്കിടയിലോ വോയിസ് അയക്കും. ഇതിനെ പേപ്പറിലേക്ക് മാറ്റിയതും ബുക്കാക്കിയതും അവൻ്റെ സജഷൻസും ഒക്കെ വലിയ വലിയ പങ്കുണ്ട്. പ്രശാന്ത്, 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഒരുപാട് ആത്മബന്ധമുള്ള ഒരു പുസ്തകമാണ്. അത് മാത്രമല്ല, എൻ്റെ വളരെ വർഷങ്ങളായുള്ളൊരു സ്വപ്നം, എനിക്കൊരു പബ്ലിഷിംഗ് കമ്പനി ആരംഭിക്കണമെന്നുള്ളതായിരുന്നു ആഗ്രഹം. എപ്പോഴോ ഞാൻ ഒരു സംസാരത്തിനിടയിലാണെന്ന് തോന്നുന്നല്ലേ, ഞാനത് രോഹിത്തിനോടൊരു യാത്രക്കറിയായി പറഞ്ഞു, എനിക്കൊരു പബ്ലിഷിംഗ് കമ്പനി ആരംഭിക്കണം. കാരണം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ചിരിച്ചു തള്ളി, രോഹിത്തിനെ ചിരിച്ചു തള്ളി. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ ഓഫീസിൽ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു പബ്ലിഷിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, നിനക്കുള്ള പുസ്തകങ്ങൾ ഞാൻ കൊണ്ടുവന്ന് തരാം, നീ ചെയ്യുക. വളരെ സന്തോഷത്തോടു കൂടി ഞാനത് ഏറ്റെടുത്തു, അതുമായി മുന്നോട്ട് പോയി. പക്ഷേ എന്നെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം വേദിയിൽ എന്നെ പരിചയപ്പെടുത്തിയത് അബാക് പബ്ലിക്കേഷൻ്റെ GM എന്നുള്ള പേരിലായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വേദിയിൽ നിന്ന് കണ്ണ് നിറയുകയായിരുന്നു. അതുപോലെ തന്നെ ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത്, എനിക്ക് തോന്നുന്നു ആ പുസ്തകം, അത് മുന്നോട്ടുള്ള അതിൻ്റെ ഓരോ യാത്രകളും, രോഹിതേട്ടൻ ആ പുസ്തകം എന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. സ്വതവേ ഞാനൊരു മടിയനാണ്, എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം, അവർ തന്നെ പറയുന്നതാണ്. ഒരു പണിയും ചെയ്യുന്നതിനകത്ത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലാതെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവക്കാരനെ എന്നെ കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ പുസ്തകം എഡിറ്റ് ചെയ്ത് തീർക്കാനും, അതുപോലെ തന്നെ ആ പുസ്തകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഏതോ ഒരു ശക്തി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അത് രോഹിതേട്ടൻ തന്ന പിന്തുണ വളരെ ശക്തമാണ്. അതുപോലെ തന്നെ ഒരു ബുക്ക് എഡിറ്റ് ചെയ്യുന്ന എത്ര ദിവസം കൊണ്ടാണെന്ന് ഇവിടെ ബുക്ക് ഇറക്കിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുക്കുന്നിടത്ത് ഒരു സന്ധ്യാസമയത്ത് 6 മണിക്ക് ഒരു പുസ്തകം എഡിറ്റ് ചെയ്യാനിരുന്ന് പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ആ പുസ്തകത്തിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞ് അത് പ്രിൻറ്റിങ്ങിന് വിടുന്ന ഒരവസ്ഥ, ഇതൊക്കെ വളരെ അത്ഭുതകരമെന്നല്ലാതെ എന്താണ് പറയുക. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ എനിക്ക് നിൽക്കാൻ സാധിച്ചതിന്, നിങ്ങളോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചതിന്. ഒപ്പം തന്നെ എന്നെ ഇങ്ങനൊരു കർത്തവ്യം രോഹിതേട്ടനോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ഒരുപാട് സ്നേഹം. ഈ സ്പിരിച്വൽ അവേഴ്സ് ബിസിനസ് അവേഴ്സ് ആയി പോകുന്നു എന്നൊരു സംശയമുണ്ട്. എങ്കിലും എൻ്റെ കാര്യം നിങ്ങളോടല്ലാതെ ആരോടാ പറയണ്ടേ? വേറൊരു കഥയുണ്ട്. കഴിഞ്ഞ സ്പിരിച്വൽ അവേഴ്സ് തൃശ്ശൂരിൽ വെച്ച് പുസ്തകം പബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചത്. ശ്രീനിവാസ പൈ സാർ എന്നോട് വിളിച്ചു പറഞ്ഞു, നടക്കത്തില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? നടക്കത്തില്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവനോട് വന്ന് പറഞ്ഞു, പ്രശാന്തേ, പുസ്തകം തൃശ്ശൂർ ഇറങ്ങത്തില്ലെന്നാ ശ്രീനിവാസ പൈ സാർ പറയാം. അതെന്താ ചേട്ടാ നടക്കാതെ? പിന്നെ എന്തിനാ നമ്മളിവിടെ ഇരിക്കുന്നത്? രാത്രി 10 മണി വരെ ഇരുന്ന ടൈപ്പിംഗ് ആയിരുന്നു. 11 മണിക്ക് ഞാൻ വീട്ടിലെത്തിയപ്പോൾ കേൾക്കുന്നു, പ്രശാന്ത് ബൈക്കിൽ നിന്ന് വീണു, ഷോൾഡർ പൊട്ടി. എങ്ങനെയാണ് പുസ്തകം ഇറക്കാൻ പറ്റുക? തിരുവനന്തപുരത്ത് ഇറക്കണം എന്നുള്ളതായിരുന്നു അതിൻ്റെ. തിരുവനന്തപുരത്ത് ആണത് ഇറങ്ങേണ്ടത്. തിരുവനന്തപുരത്ത് ഇറങ്ങി. ഒരുപാട് വേദനയും അനുഭവിച്ചു അവൻ. അബാക് പബ്ലിക്കേഷൻസിൻ്റെ 2 പുസ്തകങ്ങൾ തസ്മൈ ഗുരുജിയുമായി ബന്ധപ്പെട്ട് തസ്മൈ ഗുരുജിയുടെ ശിഷ്യന്മാരായ പ്രിയപ്പെട്ട ചേട്ടന്മാർ നമ്മൾ പബ്ലിഷ് ചെയ്തു. അടുത്ത പുസ്തകം
പോക്സോ ആണ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇറങ്ങുന്ന പുസ്തകം എഴുതുന്നത് പ്രശാന്താണ്. പ്രശാന്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരാഗ്രഹം കൂടി നമ്മൾ നടപ്പിലാക്കി കൊടുക്കുകയാണ്. ചെറിയ ആളല്ല. പ്രതിലിപി എന്ന് പറയുന്ന ആപ്പിൽ ലക്ഷക്കണക്കിന് വായനക്കാരുള്ള എഴുത്തുകാരനാണ് പ്രശാന്ത്. അപ്പോൾ പ്രശാന്തിനൊരു പ്രിന്റഡ് ബുക്ക് ഇറക്കുക എന്നുള്ളത് അവൻ്റെ ആഗ്രഹമാണെന്ന് എനിക്കറിയാം. പറഞ്ഞിട്ടില്ലെങ്കിലും അവൻ്റെ അടുത്ത പുസ്തകം എന്തായാലും അത് നമ്മൾ പബ്ലിഷ് ചെയ്യും. ഇനി ഒരു ഉപഹാര സമർപ്പണമാണ്. എന്നെ ആ വീട്ടിലേക്ക് എത്തിച്ച ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, പ്രിയപ്പെട്ട സെൽവണ്ണൻ. സെൽവണ്ണനെ ഒരു മിനിറ്റ് ആരെങ്കിലും ആ ക്യാമറ ഏറ്റെടുത്തിട്ട്, സെൽവണ്ണനെ ആദ്യമേ വിളിക്കേണ്ടതാണ്, പക്ഷേ സെൽവണ്ണൻ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലായതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. സെൽവണ്ണ ഒന്ന് വേദിയിലേക്ക് വരണം. പുസ്തകത്തിൽ സെൽവണ്ണൻ്റെ പേര് ഞാനൊന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും ആരാണ് എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഒരു ഫോൺ കോളിലൂടെയാണ് ചേട്ടനോട് സംസാരിക്കുന്നത്. അപ്പോൾ ചേട്ടന് കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന്. പിന്നെ ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വേദി അച്ഛനെയും അമ്മയും സഹോദരനെ നേരിട്ട് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇങ്ങനൊരു വേദി, ഇങ്ങനെ ഒരു വലിയൊരു സംഭവം ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് രോഹിത് സാറിന് അറിയായിരുന്നു. അദ്ദേഹം വിചാരിച്ചതിനപ്പുറം തന്നെ നടത്തി തന്നു. താങ്ക്സ്. സെൽവണ്ണൊരു ചെറിയ ഉപഹാരം അത് സമർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട തസ്മൈ ഗുരുജിയെ തന്നെ, ബഹുമാനപ്പെട്ട തസ്മൈ ഗുരുജിയെ തന്നെ വിളിക്കുകയാണ്. കാരണം ഇവർ തമ്മിൽ വേറൊരു ബന്ധമുണ്ട്. അത് ഗുരുവിൽ നിന്ന് ഗുരുദേവനിലേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലും സെൽവണ്ണനുണ്ട്. ഇന്നിറങ്ങിയ 2 ബുക്കിൽ പേരുള്ള ഒരാൾ സെൽവണ്ണൻ. ഒന്നിൽ ഹീറോ പരിവേഷമാണെങ്കിൽ മറ്റൊന്നിൽ വില്ലൻ പരിവേഷം. ഡബിള്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഒരു ചെറിയ ഉപഹാരം നമ്മളുടെ ബാക്ക് മീഡിയയുടെ ആ പുസ്തകം ഒന്ന് വാങ്ങിച്ചു ഗുരുജിയുടെ കയ്യിൽ നിന്ന്. ഞങ്ങളെ അവിടെ എത്തിച്ചതിന് കാരണമായതിന് ഇത്രയും കാലം സെൽവണ്ണൻ അവാക് മീഡിയയുടെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന, ഞാൻ യാത്രയിൽ തമിഴ്നാട് യാത്രകളിൽ കൂടെ കൂട്ടുന്ന ആളാണ്. ഞങ്ങളുടെ ക്യാമറാമാനാണ് സെൽവണ്ണൻ. സെൽവണ്ണൻ കൗമുദിയിലൊക്കെ ആയിരുന്നു, ഒരു പൂജാരി കൂടിയാണ്. താങ്ക് യു. മറ്റൊരാളെ കൂടി പരിചയപ്പെടുത്തണം. ഗ്ലെൻസ്റ്റർ പീറ്റർ. നിങ്ങൾ ഈ കണ്ട ഗ്രാഫിക്സ്, ഈ പുസ്തകത്തിൻ്റെ കവർ, ഇതെല്ലാം ചെയ്തത് ഇദ്ദേഹമാണ്. ഇത് മാത്രമല്ല, രാവിലെ കണ്ട ഗുരുവിൽ നിന്ന് ഗുരുദേവനിലേക്ക് ആ പുസ്തകത്തിൻ്റെയും കവർ ചെയ്തത് ഗ്ലെൻസ്റ്ററാണ്. ഗ്ലെൻസ്റ്ററിന് ഉപഹാരം സമർപ്പിക്കുന്നതിനായി അദ്വൈതാനന്ദപുരി സ്വാമിയെ ക്ഷണിക്കുക. ഗ്ലെൻ. വളരെ സന്തോഷം. ഒരു കാര്യം, ഇതാണ് എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കൃത്യമായി അത് ചെയ്തു തന്നതിന്, കൂടെ നിന്നതിന് താങ്ക് യു. പ്രശാന്തിനൊരു ചെറിയ ഉപഹാരം കൊടുത്തില്ലെങ്കിൽ അത് നീതിയല്ല. പ്രശാന്തിന് ഉപഹാരം നൽകാനായി ശ്രീനിവാസ വൈ സാറിനെ ക്ഷണിക്കുകയാണ്. മറ്റൊരാൾക്ക് കൂടി ഒരു ചെറിയ ആദരവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ അവേഴ്സിൻ്റെ 2 വേദികളിൽ പുസ്തകം പബ്ലിഷ് ചെയ്ത, ഞങ്ങളെ വിശ്വസിച്ച് ഗുരുജി പറഞ്ഞ് ഞങ്ങളെ വിശ്വസിച്ച ഞങ്ങളുടെ ആദ്യ പുസ്തകം, അദ്ദേഹത്തിൻ്റെ 3ാമത്തെ പുസ്തകം ഞങ്ങളെ ഏൽപ്പിച്ച പ്രിയപ്പെട്ട വിജയകുമാർ പുഷ്പദാസ് ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ തുടക്കക്കാരാ, ഞങ്ങൾ പലയിടത്തും ചോദിച്ചാൽ പഠിക്കുന്നത് ഇതെന്താന്ന്. പക്ഷെ പുള്ളി ഈ 2 പുസ്തകങ്ങൾ പഠിച്ചിട്ടുള്ള ആളാ. അപ്പോൾ പുള്ളി അവരോട് പറയുന്ന ഭാഷയിലാണ് ഞങ്ങളോടും പറയുന്നത്. ഞങ്ങൾക്കിത് മനസ്സിലാവണ്ടേ. അങ്ങനെ അവസാനം ഞങ്ങൾ തമ്മിൽ എന്താ ചേട്ടാ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായി. എല്ലാ പിണക്കങ്ങളും നല്ല സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. വിജയകുമാർ ഏട്ടന് പുരസ്കാരം സമർപ്പിക്കുന്നതിനായി പ്രിയപ്പെട്ട ശ്രീജിത്തേട്ടനെ ക്ഷണിക്കുക. പ്രിയങ്കരനായ ശ്രീകണ്ഠൻ ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ അബാക് പബ്ലിക്കേഷൻസിൻ്റെ 2ാമത്തെ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ. ഞങ്ങൾക്ക് ഒരു വാശിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അവാർഡ് ഞങ്ങൾ തന്നെ അങ്ങ് കൊടുക്കുക. ഇനി ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടാൻ പറ്റട്ടെ.
ശ്രീകണ്ഠൻ ചേട്ടന് ഈ മൊമൻറ്റോ കൈമാറുന്നതിനായി പ്രിയപ്പെട്ട ബിനീഷിനെ ക്ഷണിക്കുക. ഇനി വിളിച്ചപ്പോഴേ ഓടി വന്ന 2 പരിപാടികളിലും ഓടി വന്ന എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ശ്രീജിത്ത് ബാബു, അദ്ദേഹത്തിനൊരു ചെറിയ ഉപഹാരത്തിൻ്റെ ആവശ്യമില്ല. എനിക്കെൻ്റെ സഹോദര തുല്യനാണ്, ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന് ഞാൻ തന്നെ അവാർഡ് കൊടുക്കും. കാര്യം പുള്ളി സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവാർഡ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ചേട്ടൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവാർഡ് ആരാ തന്നെ? പണ്ട് അമ്പലക്കമ്മിറ്റിയിൽ സിനിമാ സംവിധായകനാകുന്നതിന് മുമ്പ്. കൈ ചെറുതല്ല, നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. തസ്മൈ ഗുരുജി പറഞ്ഞ ഇതൊരു സിനിമയാകും, ഇപ്പോഴല്ല, കുറച്ച് മുമ്പേയും അദ്ദേഹം പറഞ്ഞു സിനിമയാകും, തിയേറ്ററിലെത്തിയപ്പോഴും സിനിമയാകും. ഇത് ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചതിൻ്റെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന പുസ്തകം സിനിമയാകാനുള്ളതില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷെ ആ ടൈറ്റിൽ, ആ കഥ, കുട്ടുവിൻ്റെ കഥ, അത് സിനിമയാകും. അത് ഞങ്ങൾ ചെയ്യുമോ വേറൊരാൾ ചെയ്യുമോ എന്നറിയില്ല, ആര് ചെയ്താലും അത് സിനിമയാകും. ആ കാര്യത്തിൽ എനിക്കും ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ ഗുരുജി എന്നോട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. രോഹിതിന് മലയാള സിനിമാ ലോകത്ത് ഒരിടമുണ്ട്, അങ്ങ് പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല. ഒരു കഥ ഞാൻ ഇദ്ദേഹത്തിനോടും ഒരു പ്രൊഡ്യൂസറോടും പറഞ്ഞിട്ടുണ്ട്, അത് ചിലപ്പോൾ സിനിമയായേക്കാം. ഇവിടെ നിന്ന് പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇതും സിനിമയാകും. ശ്രീജിത്തേട്ടന് ഞാൻ തന്നെ കൊടുക്കാം. അടുത്തത് പ്രിയപ്പെട്ട വിഷ്ണു വിജയനാണ്. അദ്ദേഹത്തിനൊരു ഉപഹാരം സമർപ്പിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും കൂട്ടായി ധൈര്യമായി കൂടെ നിൽക്കുന്നത്. ചിലപ്പോഴൊക്കെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരുമ്പം പെട്ടെന്ന് വിളിക്കാൻ പറ്റുന്ന ഒരാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തായാലും ഈ അന്നം പദ്ധതിക്ക് തുണയായി കൂടെ നിൽക്കുന്നതിന്, അദ്ദേഹത്തിന് ഇത് നൽകുന്നതിനായി പ്രിയപ്പെട്ട കുട്ടുവിൻ്റെ അച്ഛനെ തന്നെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇനി എനിക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കൂടി ഒരു സമ്മാനം കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട റിഷാദ് ഗസ്റ്റായി വന്ന് സ്റ്റാഫായി മാറിയവനാ. അറിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാവർക്കും എനിക്ക് ഡോക്ടർ ബാല എന്നെ അറിയോ? ദിസ് ഈസ് റാങ്. ഞാനെന്താ പറയാ, ഇത് മറ്റത്തിനുമല്ല, ടെലിവിഷൻ രംഗത്ത് 24-ൻ്റെ ഒരു പ്രോഗ്രാമിൽ ലീഡ് റോൾ ചെയ്തു, നല്ല അഭിപ്രായങ്ങൾ നേടി. ഇത് അവൻ്റെ സിനിമയിലേക്കുള്ള പ്രയാണത്തിൽ ഞങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ്. ഈ മൊമെൻറ്റോ കൈമാറാൻ എൻ്റെ അബാക് മീഡിയ പബ്ലിക്കേഷൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടറും തുടങ്ങിയ കാലം മുതൽ കൂടെ എപ്പോഴും ധൈര്യമായി നിൽക്കുന്ന എൻ്റെ അനിയൻ, എൻ്റെ തന്നെ പേരുള്ള രോഹിത്തിനെ ക്ഷണിക്കുക. പ്രിയപ്പെട്ട ബിനീഷിന് ഒരു ഉപഹാരം നൽകണം. കാരണം മറ്റൊന്നുമല്ല, ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവരും ഒക്കെയാണ്. പക്ഷെ ബിനീഷ് ഇടുന്നൊരു എഫേർട്ടുണ്ട്. ബിനീഷിന് ഒരു പക്ഷേ നിങ്ങളാരും കേട്ട് മറന്നൊരു മാധ്യമ പ്രവർത്തകൻ്റെ ഭാഷയായിരിക്കില്ല, പക്ഷെ ബിനീഷിൻ്റെ ധൈര്യം അത് അംഗീകരിക്കേണ്ടതാണ്. ഏതവനും എന്താടാ എന്ന് ചോദിച്ചാൽ അവനതിന് കൃത്യമായി അതേ ഭാഷയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഏത് കോട്ടക്കോത്തളത്തിലേക്കും ഒരു ക്യാമറയുമായി ഒരു മൊബൈൽ ഫോണുമായി കയറി ചെല്ലാൻ ബിനീഷ് കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ഇത് ഞാൻ എന്നെ ഓങ്ങി വെച്ചതാ. ബിനീഷിന് ഈ മൊമെൻറ്റോ സമർപ്പിക്കാൻ ശ്രീധരനെ തന്നെ വീണ്ടും ക്ഷണിക്കാം. ഇനിയുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്, അബാക്കിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ഗുരുക്കന്മാർക്ക് മൊമെൻറ്റോ കൊടുത്ത് അപമാനിക്കാൻ എന്തായാലും ഞാനില്ല. ഈ ലിസ്റ്റിൽ നിങ്ങളുടെ 3 പേരുടെയും പേരുണ്ട്. അത് തന്നിരുന്നത് എൻ്റെ ഔചിത്യമല്ല എന്ന് എനിക്കറിയാം.
നിങ്ങൾ തരുന്ന സ്നേഹം, അതിന് തിരിച്ചു തരാൻ കഴിയുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയാണ് എനിക്ക് വലുത്, ഏറ്റവും പ്രിയപ്പെട്ടത്. നമ്മൾ പറഞ്ഞതിൽ നിന്നും കുറച്ച് മിനിറ്റുകൾക്ക് നേരത്തെ പരിപാടികൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞു, ഗുരുജിയെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നാളെ ശിവഗിരിയിൽ ഫുൾ ഡേ നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. ശിവഗിരിയിൽ എത്തിയാൽ അദ്ദേഹവുമായി ഫേസ് ടു ഫേസ് കാണാനും സംസാരിക്കാനുമുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് പോവുക. അതായത് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് തെള്ളുണ്ടാക്കേണ്ട, സമാധാനത്തോടെ അവിടെ നിന്ന് കാണാം എന്നുള്ളതാണ്. എന്തായാലും ഇപ്രാവശ്യം ഭയങ്കര സങ്കടമായിരുന്നു. സ്പിരിച്വൽ അവേഴ്സിൻ്റെ ബുക്കിംഗ് ലിസ്റ്റ് ഞാൻ ഇങ്ങനെ സിനു എത്ര പേരായി, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഫുഡൊക്കെ പറയണ്ടേ, ഹോള് ബുക്ക് ചെയ്യണം. സിനു പറയാം 50, 60. പക്ഷെ ഇന്ന് മനസ്സ് നിറഞ്ഞു. ഞാൻ വരുമ്പോഴും രാവിലെ എന്നോട് വൈഫ് ചോദിച്ചു കാറിൽ എത്ര പേരുണ്ട്, ഞാൻ പറയാം 90 95 പേര്. ഗുരുജിയോട് ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 250ഓളം പേര് എൻ്റെ മുന്നിലിരിക്കുക. 250 പേർക്ക് ഉണ്ടാക്കിയ ഫുഡ്. ഞാൻ നേരത്തെ ചോദിച്ചു, ചേട്ടാ ഫുഡില്ല. എന്താ, ഫുഡ് കഴിഞ്ഞു, എല്ലാവരും കഴിച്ചു, 250 പേർക്ക് ഉണ്ടാക്കിയത് കഴിച്ചു. അപ്പോൾ 250 പേരുണ്ട് എന്നാണല്ലോ എൻ്റെ അർത്ഥം. എന്തായാലും ഇതിന് ശേഷവും പ്രിയപ്പെട്ട നമ്മുടെ സത്വിക് അല്ലേ, സത്വിക് കാറ്റേഴ്സ്, അദ്ദേഹം പരവൂരിന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കി തന്നത്. ഭംഗിയുള്ള സ്വാദിഷ്ടമായ ഫുഡായിരുന്നു അല്ലേ. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് നേരെ കൂട്ടാളി കാണിച്ച ഒരു കുഞ്ഞു പണിയിൽ ഒരു ചെറിയ പണി കിട്ടി. അതുകൂടി അദ്ദേഹം ഇത്തവണ പരിഹരിച്ചു തന്നിരിക്കുന്നു. നല്ല ആഹാരം. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇത് കഴിയുമ്പോൾ ആഹാരം തയ്യാർ ചെയ്തിട്ടുണ്ട്. നല്ല ഉപ്പുമാവും കറിയും റെഡിയാക്കിയിട്ടുണ്ട്. അത് കഴിച്ച് നമുക്ക് പിരിയാം. അത് നമുക്ക് പിരിയാം. അപ്പോൾ ഒരുപാട് അമ്മമാരൊക്കെ വന്ന് എന്നോട് ചോദിച്ചു, രോഹിത്തെ സ്പിരിച്വൽ അവേഴ്സ് ഇല്ലേ എന്ന്. സ്പിരിച്വൽ അവേഴ്സ് വേണോ? അല്ല, ആകെ 5 6 പേരാ പറഞ്ഞത്. സ്പിരിച്വൽ അവേഴ്സ് വേണോന്ന് ചോദിച്ചതാ. നമുക്ക് ഒരു വ്യത്യസ്തമായ ആശയവുമായി, എന്താണെന്ന് അറിയില്ല വ്യത്യസ്തമായ ആശയം, ആ വ്യത്യസ്തമായ ആശയവുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഈ സ്പിരിച്വൽ അവേഴ്സിന് ഒരു ആശംസ പറയാനായി ശിവഗിരി ആശ്രമത്തിലെ ചേട്ടായി സ്വാമിയെ ക്ഷണിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴമേറും നിൻ മഹസാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം, നിത്യം വാഴണം സുഖം. താങ്ക് യു സ്വാമി. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വീട്ടിൽ വന്നിരുന്ന് തമാശക്കൊക്കെ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, പോടാ അവിടെ നിന്ന്, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നുള്ളത്. സത്യം, ഒരുപാട് കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. എല്ലാത്തിനും ഗുരുക്കന്മാരുടെ കടാക്ഷവും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ നടക്കട്ടെ. പക്ഷെ ഭാര്യ പറയും കേട്ടോ, നിങ്ങൾ ശ്രമിച്ചു നോക്ക് നടക്കുന്നു. ഭാര്യ പറയും ശ്രമിച്ചു നോക്ക് നടക്കുന്നു. എന്തായാലും ധർമ്മപത്നിയെ ചേർത്ത് പിടിച്ചാലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അത് ഉറപ്പായിട്ടുള്ള കാര്യം. നിങ്ങളുടെ ലക്ഷ്മി എന്ന് പറയുന്നത് ഭാര്യ. ധർമ്മപത്നിയെയും കുടുംബത്തെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് ഗുരുക്കന്മാരെയും പ്രേക്ഷകരെയും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് പോവുക എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കുട്ടുവിൻ്റെ അച്ഛനോടും അമ്മയോടും ഞാൻ
എൻ്റെ പുസ്തകത്തിൽ ഞാൻ എന്തെങ്കിലും തെറ്റായി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഇപ്പോൾ ഈ വേദിയിൽ മാപ്പ് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട അജിത്തേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അജിത്തേട്ടൻ ഒന്ന് വേദിയിലേക്ക് കടന്നു വരൂ. താമസിച്ചാണ് എത്തിയത്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ഒന്നുമല്ലാതെ നാട്ടിൽ തിണ്ടി തിരിഞ്ഞ് നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അജിത്തേട്ടനുണ്ട്. വേദിയിലും പുറത്തുള്ള എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. ഞാൻ പുറത്തോട്ടിറങ്ങി പുറത്ത് നിൽക്കാന്ന് വെച്ചപ്പോഴാണ് രോഹിതനെ കണ്ടേന്ന് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എൻ്റെ ഒരു കുഞ്ഞനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത്. ഏത് കാലഘട്ടത്തിലും ഇച്ചിരി പറഞ്ഞതായിട്ട് അമ്മ പറയുമെന്ന് ഇതൊന്നും നിനക്ക് പറ്റത്തില്ല എന്ന്. പക്ഷേ രോഹിത് എന്താവുമെന്നും അവൻ്റെ എല്ലാ രീതിയിലുള്ള ടാലൻറ്റും ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും എല്ലാ കാലത്തും അവനുണ്ട്. അതിൽ കൂടുതൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനമൊക്കെയാണ്. എൻ്റെയൊക്കെ മുന്നോട്ടുള്ള ഏറ്റവും വലിയ ശക്തി പൊതുപ്രവർത്തനത്തിൽ രോഹിതിനെ പോലെയുള്ള അല്ലെ രോഹിത് തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ എല്ലാ ഉയർച്ചയിലും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നു. എല്ലാം നല്ലത് വരട്ടെ. നമസ്കാരം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇവിടെ ശബ്ദമൊരുക്കി തരുന്ന ചേട്ടന്മാർ, ഞങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാർ, ആഹാരമൊരുക്കിയവർ, ഈ ക്ഷേത്രത്തിലെ ഭരണസമിതി, ജീവനക്കാർ, അതിനും അപ്പുറത്തേക്ക് ശ്രീരാഗേട്ടനും ശ്രീരാഗേട്ടൻ്റെ കുടുംബവും. തൃശ്ശൂരിലെ പോലെ തന്നെ ഇവിടെയും ഞാനൊന്നും അറിഞ്ഞില്ല. കുറച്ച് മുമ്പ് ശ്രീരാഗേട്ടനോട് ചോദിച്ചു, ശ്രീരാഗേട്ടൻ എത്രയാ ബില്ല്, എമൗണ്ട്, പൈസ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഞാൻ മെസ്സേജ് അയക്കാൻ രോഹിത്തെ, അത് ഗുരുജിയുടെ അനുഗ്രഹമാണ്, ഗുരുജിക്ക് വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത്. സന്തോഷം. എൻ്റെ കുട്ടികൾ 3 പേരിൽ തുടങ്ങി ഇന്ന് 25ഓളം പേർ. നേരത്തെ പൈസാറ് പറഞ്ഞു എൻ്റെ ബറ്റാലിയൻ, അത് തന്നെയാണ്. രാത്രിയും പകലും ഇല്ലാതെ ഇവർ കുറച്ച് പേരില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടൊക്കെ കൊണ്ട് ഇത് നിർത്തിപ്പോയനായിരുന്നു. എന്തായാലും താങ്ക് യു. അടുത്ത വേദിയിൽ കാണാം. അതിന് മറ്റൊരു പേരിൽ, മറ്റൊരു ഭാവത്തിൽ, ഒരാശയം ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചം കാട്ടിത്തരട്ടെ. താങ്ക് യു.